ഗൈസ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ 50 Pro 5Gയുടെ അൺബോക്സിംഗ് ആണ്. സോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ക്വിക്കായിട്ടൊന്ന് അൺബോക്സ് ചെയ്യാം. ബോക്സ് ഓൾറെഡി ഓപ്പൺ ആണ്. ഞാൻ നേരത്തെ ഇത് അൺബോക്സ് ചെയ്തിരുന്നു. ബോക്സ് ഓപ്പൺ ചെയ്യാൻ നേരത്തെ സിമുലേഷൻ പിൻ കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോക്സിൻ്റെ അകത്ത് ഇനി നമുക്ക് കിട്ടുന്നത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഫോണിൽ പ്ലേസ് ചെയ്തിട്ടോട്ടെ. ഓക്കെ, ബോക്സിൻ്റെ അതിന് നമുക്ക് കിട്ടുന്നത് USB Type-C കേബിളാണ്. അതോടൊപ്പം നമുക്കൊരു 100 വാട്ടിൻ്റെ ചാർജറും കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹോണർ 50 Pro 5G. സോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സൈഡ് ബൈ സൈഡ് റിവ്യൂ ഒന്ന് നോക്കാം. സ്മാർട്ട് ഫോണിൻ്റെ റൈറ്റ് സൈഡ് നോക്കുന്ന സമയത്ത് നമ്മുടെ വോളിയം ബട്ടൺ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പവർ ബട്ടൺ കാണാനായിട്ട് സാധിക്കും. സ്മാർട്ട് ഫോണിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് നോയ്സ് ക്യാൻസലേഷന് വേണ്ടിയുള്ളൊരു മൈക്ക്, സെക്കൻഡറി മൈക്ക് തന്നിട്ടുണ്ട്. താഴ്ഭാഗത്തോട്ട് യൂഷ്വൽ എല്ലാ ഫോൺസിലും ഉള്ളതുപോലെ തന്നെയുള്ള സാധനങ്ങളാണ്. Type-C ബോർഡും ആക്കി കാര്യങ്ങളാണ്. സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് 6.72 ഇഞ്ചസിൻ്റെ OLED ഡിസ്പ്ലേ ആണ് കമ്പനി നൽകിയിരിക്കുന്നത്. 1 ബില്യൺ കളേഴ്സും കമ്പനി ഈ ഒരു ഫോണിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. അതും വളരെ നല്ല കാര്യമാണ്. ഹോണറിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും നല്ലൊരു ഡിസ്പ്ലേയും അതോടൊപ്പം നമുക്ക് 1B കളേഴ്സ് ഒന്നും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 120 Hz റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് OLED ഡിസ്പ്ലേ പറ്റി വലിയ വിവരമൊന്നുമില്ല. എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല. എനിക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ ഇന്ത്യയിൽ കാണുന്ന ഫോൺസൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. സൂപ്പർ AMOLED, IPS LCD ഇങ്ങനത്തെ ഡിസ്പ്ലേ പറ്റിയൊക്കെ എനിക്കറിയൂ. അപ്പോൾ OLED ഡിസ്പ്ലേ പറ്റിയൊന്നും അറിയില്ല. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കമ്പാരിസൺ ഇൻ്റർനെറ്റിൽ ഞാൻ നോക്കിയ സമയത്ത് നമ്മുടെ iPhone 12 Pro Max തന്നിരിക്കുന്ന സൂപ്പർ റെറ്റീന XDR ആ ഒരു ഡിസ്പ്ലേയുടെ തരത്തിൽ നിൽക്കുന്ന ഒരു ഡിസ്പ്ലേ എന്നാണ് കമ്പനി പറയുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് 2 ക്യാമറാസ് വെച്ചിട്ടുണ്ട്. OnePlus നോഡിൽ വെച്ചിരിക്കുന്നത് പോലെ ഫസ്റ്റ് ക്യാമറ വരുന്നത് 12 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറയാണ്. സെക്കൻഡ് ക്യാമറ 32 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. സോ ഫ്രണ്ട് ക്യാമറ വൈസ് നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. എനിക്ക് ഫ്രണ്ട് ക്യാമറയിൽ ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ ടോട്ടലി ഫ്രണ്ടിൽ നമുക്ക് 44 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് കിട്ടുന്നത്. 1 ബില്യൺ കളേഴ്സ് കമ്പനി ഈ ഒരു ഫോണിൻ്റെ അത് ഡിസ്പ്ലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ ബഡ്ജറ്റ് ഇപ്പോൾ കിട്ടുന്ന ബഡ്ജറ്റ് സെഗ്മെൻറ്റ് സ്മാർട്ട് ഫോൺസിൽ തരുന്നുണ്ട് കമ്പനി. 8.5 mm തിക്നെസ് ആണ് ഈ ഒരു ഫോണിൻ്റെ അത് കമ്പനി കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേ വൈസിലും ഫ്രണ്ട് ക്യാമറ വൈസിലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തിക്നെസ് വൈസിലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അകത്ത് ഒരു പോരായ്മയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു ഡിസ്പ്ലേ കുറച്ച് ആ ഒരു ചിൻസ് ബിസിലസ് ഒക്കെ ചെറുതായിട്ടൊന്ന് കയറി നിൽക്കുന്നതായിട്ട് എനിക്കൊരു ഡൗട്ട് എനിക്ക് പേഴ്സണലി തോന്നിയതാണ്. നിങ്ങൾക്ക് എടുക്കുന്നവർക്ക് തോന്നില്ല. അതോടൊപ്പം ഈ ഒരു ഡിസ്പ്ലേയുടെ സൈഡ് ഭാഗത്തൊക്കെ നമ്മുടെ OnePlusലൊക്കെ 9 Proയിലും അതോടൊപ്പം 9ലൊക്കെ കണ്ടവർ നല്ല എഡ്ജ് കമ്പനി നൽകിയിട്ടുണ്ട്. നല്ല എഡ്ജ് കയറ്റി തന്നിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. നമ്മുടെ പഴയ OnePlus 7 Proയിലൊക്കെ കാണുകയാണ്. ഇപ്പോഴത്തെ OnePlus 9 Proയിലൊന്നും അങ്ങനെയൊന്നുമില്ല, അത്രയ്ക്ക് കയറ്റി വെച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ അകത്ത് നമ്മുടെ S8 എഡ്ജിലേക്ക് കണ്ടുപോലെ ആ എഡ്ജ് അങ്ങ് എന്താ പറയുക വളച്ചങ്ങ് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു രീതി കമ്പനി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം USB Type-C കേബിളാണ് നമുക്ക് താഴ്ഭാഗത്തോട്ട് കൊടുക്കാനായിട്ട് തന്നിരിക്കുന്നത്. 100 വാട്ടിൻ്റെ ചാർജറും കമ്പനി ബോക്സിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴത്തെ Xiaomi 200 വാട്ട് ചാർജർ ഇറക്കുന്നത്, പക്ഷേ അതിന് പ്രൈസ് കൂട്ടി വയ്ക്കുകയാണ്. പക്ഷേ 100 വാട്ടിൻ്റെ ചാർജർ നമ്മുടെ ഹോണർ തരുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ Android 11ലാണ് റൺ ആവുന്നത്. മാജിക് UI എന്ന് പറയുന്നൊരു UI ആണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് റൺ ആവുന്നത്. മാജിക് UI 4.2 ആണ് വിത്ത് ഗൂഗിൾ പ്ലേ സർവീസസ്. വിത്ത് ഗൂഗിൾ പ്ലേ സർവീസസ് എന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനയിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തത്. ചൈനയിൽ ഗൂഗിൾ പ്ലേ സർവീസസ് ഒക്കെ ഹ്യുവാവേയുടെ ഹോണർ സ്മാർട്ട് ഫോൺസിലും ഹ്യുവാവേ സ്മാർട്ട് ഫോൺസിലും അവർ ഉൾപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം ഇപ്പോൾ ഹ്യുവാവേ ഹോണർ തമ്മിൽ മാറിയിരിക്കുകയാണ്. രണ്ട് കമ്പനീസ് ആയതുകൊണ്ട് തന്നെ ഹോണർ അവരുടെ ഫോണിൻ്റെ അകത്ത് ഗൂഗിൾ പ്ലേ സർവീസസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് ബാക്ക് ക്യാമറ നോക്കുന്ന സമയത്ത് 108 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറ കാണാൻ സാധിക്കും. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും 2 മെഗാ പിക്സലിൻ്റെ മാക്രോയും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറയും നമുക്ക് കിട്ടുന്നുണ്ട്. സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ സെൻസർ വരുന്നത് 108 മെഗാ പിക്സലിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല കിടിലൻ ഷോട്ട്സ് ഈ ഒരു ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല കിടിലാണ്. ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ഫോണായിരുന്നു Redmi Note 10 Pro Max. പക്ഷേ അതിൽ തന്നിരിക്കുന്ന 108ഉം ഇതിൽ തന്നിരിക്കുന്ന 108ഉം നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ മറ്റേത് ഒരു മാർക്കറ്റിംഗ് ട്രിക്കിന് വേണ്ടിയാണ് Redmi Note 10 Pro Maxൽ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കമ്പനി ഈ ഒരു ഫോണിൻ്റെ അത് മാർക്കറ്റിംഗ് ട്രിക്കിനൊന്നുമല്ല. കറക്റ്റ് 108 ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വാങ്ങിക്കാൻ പറ്റിയ ഫോണിലുള്ളതുപോലെ തന്നെയാണ് 108 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ സെൻസർ കമ്പനി നൽകിയിരിക്കുന്നത്. അത് വളരെ നല്ല വൃത്തിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം ഞാൻ മറ്റൊരു ഫോണിലും കാണാത്ത രീതിയിലുള്ള ഒരു ക്യാമറ മോഡലുമാണ് ഈ ഒരു ഫോണിനകത്ത് കമ്പനി നൽകിയിരിക്കുന്നത്. അതും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്കിൽ നമുക്കൊരു ഗ്ലാസ് ഫിനിഷാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഫോണും കാണുന്ന പോലെ ഒന്നുമല്ല, ഒരു വിയേർഡ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ഫിനിഷാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു ഫ്ലാഷ് ഒക്കെ അടിക്കുന്ന സമയത്ത് നല്ല തിളങ്ങുന്ന രീതിയിലുള്ള, എല്ലാ ഫോണിലും തിളങ്ങും, പക്ഷേ ഇതിലൊരു വെറൈറ്റി രീതിയാണ്. താഴ്ഭാഗത്തായിട്ട് ഹോണറിൻ്റെ ബ്രാൻഡിങ് തന്നിട്ടുണ്ട്. ഹ്യുവാവേ എന്ന് ഒരിടത്തും എഴുതിയിട്ടില്ല. അതോടൊപ്പം മുകളിലായിട്ട് 2 ക്യാമറ തന്നിരിക്കുന്നത്. ചില സമയം യൂസ് ചെയ്യുമ്പോൾ OnePlus നോഡായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് ഞാൻ പേഴ്സണലി OnePlus നോഡ് യൂസറാണ്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. Antutu സ്കോർസ്, ഗീക്ക് ബെഞ്ച് റിസൾട്ട്സ് എല്ലാത്തിൻ്റെ റിസൾട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ FPS ഡ്രോപ്പ് ഒന്നും വരുന്നില്ല. മാക്സിമം നമുക്ക് 120 FPS വെളിയിൽ ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നുണ്ട്, അൺലോക്കായി കിട്ടുന്നുണ്ട്.
അപ്പോൾ ഗെയിമിംഗ് വൈസിലൊക്കെ നല്ലൊരു ഫോണാണ്. ഗെയിമിംഗ് ഇൻഡെപ്ത് റിവ്യൂ ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും എന്തായാലും. അപ്പോൾ ചാർജറിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ, 100 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. അത്യാവശ്യം ഫാസ്റ്റ്, അത്യാവശ്യമല്ല, ഇത് ഇപ്പം 18 വാട്ടിൻ്റെയാണ് മിക്ക യൂസേഴ്സും ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് 30 വാട്ടിൻ്റെയാണ് കേട്ടോ. അപ്പോൾ 100 വാട്ടിൻ്റെ ചാർജർ പറയുന്ന സമയത്ത് നമുക്ക് 25 മിനിറ്റ് കൊണ്ട് 100% വരെ ഈ ഒരു ഫോൺ ചാർജ് കയറും. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ വിത്തിൻ 25 മിനിറ്റ്സ് 100% ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷേ എനിക്കൊരു 24-23 മിനിറ്റ് ആയപ്പോൾ കറക്റ്റ് 100% ആയി. ഞാൻ 1 to 0 ടെസ്റ്റ് ചെയ്തിരുന്നു. ചാർജിങ് ടെസ്റ്റിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും വ്യൂസ് ഒന്നും കിട്ടില്ല. ഞാൻ ML11 അൾട്രയുടെ വീഡിയോ ഇട്ടപ്പോൾ ഒന്നും ഒരു വ്യൂസും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഫോണിൻ്റെ ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. എങ്കിൽ ഇറങ്ങാത്ത എല്ലാ ഫോൺസിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. Until then, this is Satyan signing off. Bye. മറ്റൊരു വീഡിയോ കണ്ടുപോട്ടെ.